ഹല്ലേലൂയ, ഹല്ലേലൂയ, വലതുകരം ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, അനുഗ്രഹത്തിൻ്റെ ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആ നല്ല തമ്പുരാന് നമുക്ക് നന്ദി പറയാം. ഹൃദയത്തിൽ ഒത്തിരിയേറെ നന്ദിയുള്ളവരായിരിക്കാം നമുക്ക്. നമ്മെ സൃഷ്ടിച്ച്, നമ്മെ പരിപാലിച്ച്, നമ്മെ വഴി നടത്തുന്ന നമ്മുടെ സ്വർഗസ്ഥനായ ആ പിതാവിന് ഹൃദയത്തിൽ നന്ദിയോടുകൂടി നമുക്ക് ഈ നിമിഷങ്ങളിലായിരിക്കാം. ഒരുപക്ഷെ ഈ പ്രാർത്ഥനാ വേളയിൽ, ഈ രാത്രിയിൽ നീ ആയിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഒത്തിരിയേറെ പ്രാർത്ഥനകളും നിയോഗങ്ങളുമുണ്ട്. എൻ്റെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ മാറണം, എൻ്റെ രോഗങ്ങൾ സുഖപ്പെടണം, എൻ്റെ വേദനകൾ മാറണം, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. ഒത്തിരിയേറെ പ്രാർത്ഥനകളുമായിട്ടാണ് നാം ഓരോരുത്തരും ഈ ടെലിവിഷൻ സ്ക്രീനിൻ്റെ മുൻപിലായിരിക്കുന്നത്. പ്രിയ ദൈവജനമേ, ഒരു സത്യം നാം തിരിച്ചറിയണം. നിന്റെ ദൈവം നിന്റെ സകല പ്രശ്നങ്ങൾക്കും മതിയായവനായ ദൈവമാണ്. നിന്റെ സകല പ്രതിസന്ധികളുടെയും മേൽ അധികാരമുള്ളവനാണ് നിന്റെ ദൈവം. അവൻ സർവശക്തനും ആൽഫയും ഒമേഗയുമായ ദൈവമാണ്. ആ ദൈവത്തെയാണ് ഈ നിമിഷങ്ങളിൽ നാം പാടി ആരാധിക്കുവാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ ഒത്തിരിയേറെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. രോഗങ്ങൾ നമ്മെ വേട്ടയാടുന്നുണ്ടാവാം. പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. നീ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. എൻ്റെ ദൈവം ഇവയെല്ലാം കാണുന്ന ഒരു ദൈവമാണ്. എൻ്റെ ദൈവം ഇവയെല്ലാം അറിയുന്ന ഒരു ദൈവമാണ്. ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുന്നില്ല. തിരുവചനം ഇപ്രകാരം നമ്മോട് പറയുന്നു. പുറപ്പാടിന്റെ പുസ്തകം 20:24, എൻ്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. എൻ്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, നീ ഭവനത്തിലായിരിക്കാം, നീ രോഗക്കിടക്കയിലായിരിക്കാം, നീ നിന്റെ ഇടവകയിലായിരിക്കാം, സമൂഹത്തോട് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയായിരിക്കാം. ഓർക്കുക, അവന്റെ നാമം നീ എവിടെയെല്ലാം ഓർക്കുന്നുവോ, എവിടെയെല്ലാം അനുസ്മരിക്കുന്നുവോ, അവിടെയെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുവാൻ നിന്റെ സമീപത്തുണ്ട് എന്ന സത്യം നീ രാത്രിയിൽ തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, ആ നല്ല ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. ഇസ്രായേൽ ജനത്തിന്റെ നീണ്ട മരുഭൂമി യാത്രയിൽ അവിടെ നാം കാണുന്നുണ്ട്, ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞു, മോസസ്, നീ എന്റെ ജനത്തെ എന്നെ ആരാധിക്കുവാനും എനിക്ക് ബലിയർപ്പിക്കുവാനുമായി ഒരുമിച്ച് കൂട്ടുക. മോശ ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടി. ആ മോശയോട് നോക്കി ദൈവം ഇപ്രകാരം പറയുകയാണ്, എന്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ആ ജനത്തിന്റെ കൂടെ ദൈവമായ കർത്താവ് ഉണ്ടായിരുന്നു. അവരുടെ വേദനകളിലും അവരുടെ പ്രതിസന്ധികളിലും കണ്ണുനീരിന്റെ നടുവിലും ദൈവമായ കർത്താവ് അവരുടെ കൂടെ നടന്നു. അവരുടെ ബലികളിൽ സംപ്രീതനായ ദൈവം പകൽ മേഘത്തണലായും രാത്രിയിൽ വെളിച്ചമേകാൻ അഗ്നിത്തൂണായും അവരുടെ മുൻപേ സഞ്ചരിച്ചു. ആ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ അവനെ ആരാധിക്കുവാനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരുപക്ഷെ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം നീ. ഒരുപാട് അലച്ചിലുകൾ നിന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവാം. കണ്ണുനീരിന്റെ അനുഭവങ്ങൾ ഉണ്ടാവാം, രോഗപീഠകൾ ഉണ്ടാവാം. ഓർക്കുക, തിരുവചനം ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു. 56-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, അവിടെ ഇപ്രകാരം പറയുകയാണ്, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണുനീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണുനീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അതേ പ്രിയ ദൈവ പൈതലേ, നിന്റെ ഒരു തുള്ളി കണ്ണുനീര് പോലും വൃഥാവിലായി പോയിട്ടില്ല. എല്ലാം നിന്റെ സർവശക്തനായ ദൈവം കാണുന്നുണ്ട്.
നീ കരയുമ്പോൾ അവിടുന്ന് നിന്റെ ചാരത്തുണ്ട്. നിന്റെ കണ്ണുനീർ കണങ്ങൾ അവൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. ആ പിതാവിന്റെ പക്കലേക്ക് ഇരു കരങ്ങളും ഒന്ന് ഉയർത്താമോ? സർവശക്തനായ ദൈവത്തെ ഒന്ന് നമുക്കിപ്പോൾ കാണാം. എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ ദൈവം, എനിക്ക് വേണ്ടി കണ്ണുനീർ വാർത്ത എൻ്റെ ദൈവം, എനിക്ക് വേണ്ടി രക്തമൊഴുക്കിയ എൻ്റെ ദൈവം, ആ ദൈവത്തിന്റെ പക്കലേക്ക് ഇരു കരങ്ങളും ഉയർത്തി എല്ലാം മറന്ന് അവനെ ഒന്ന് ആരാധിക്കുക. യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുക. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുടെ മുൻപിൽ ആ ദൈവം ഇപ്പോൾ ഇറങ്ങി വരും. സർവശക്തനായ ദൈവം, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന, കണ്ണുനീർ കണങ്ങൾ ഒപ്പിയെടുക്കുന്ന, ബന്ധനങ്ങൾ അടിവിക്കുന്ന ആ നല്ല ദൈവം ഇതാ നിന്റെ മുൻപിൽ സന്നിഹിതനായിരിക്കുന്നു. എന്റെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന കർത്താവേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ രോഗങ്ങളിലേക്ക്, എന്റെ തകർച്ചകളിലേക്ക്, കണ്ണുനീരിന്റെ അനുഭവങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി മനം നൊന്ത് പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. മഹത്വം കർത്താവേ, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തിയോടെ സന്തോഷത്തോടെ കരങ്ങൾ അടിച്ച് ചുവടുകൾ മാറ്റി ചവിട്ടി പരസ്പരം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പാടി നമുക്ക് ആരാധിക്കാം. ആ നല്ല ദൈവത്തെ ആരാധിക്കാം. ഞാൻ സ്തോത്രം പാടിയിടും. ദൈവം നൽകിയ നന്മകൾക്കാ ദൈവമേ ഗീതം സൂരുവെ പാപിയിരിക്കാൻ ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. പാടി സ്തുതിക്കാം, പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും. സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും. സ്തോത്രഗീതം പാടി സ്തുതിക്കും. ബന്ധനങ്ങളുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് തിന്മ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും വിടുവിക്കുവാൻ നമ്മുടെ സർവശക്തനായ ദൈവം മതിയായവനാണ്. അവൻ തന്റെ ജീവരക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങിയതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക. നമ്മുടെ ബന്ധനങ്ങളിലേക്ക് അവനെ ക്ഷണിക്കുക. ഒരുമിച്ച് ആരാധിക്കാം. വീണ്ടും അന്തരംഗത്തെ ബന്ധനം ചെയ്തടിമയാക്കി ബന്ധുരംഗനാം തൻ സ്വന്തം പുത്രനാ ബന്ധനങ്ങൾ അഴിച്ചുവല്ലോ. പാടി സ്തുതിക്കാം, പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും. സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും. സ്തോത്രഗീതം പാടി സ്തുതിക്കും. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ കോർത്തു പിടിക്കാം. നമുക്ക് പരസ്പരം കരങ്ങൾ കോർത്തു പിടിച്ച് ഇരുവശങ്ങളിലേക്ക് മാടിക്കൊണ്ട് സൗഭാഗ്യം സ്തോത്രഗീതം പാടി സ്തുതിക്കും.
സ്തുതിക്കും. ദൈവകരങ്ങളിലേക്ക് ജീവിതത്തെ വെച്ചുകൊടുക്കുക. ആരാധനയുടെ നിമിഷങ്ങളിൽ വലിയ വിടുതലുകൾ സംഭവിക്കും. ബന്ധനങ്ങൾ അഴിയും, തകർച്ചകൾ എടുത്തു മാറ്റപ്പെടും, രോഗങ്ങൾ സുഖമാക്കപ്പെടും. എല്ലാം മറന്ന് ദൈവത്തെ വീണ്ടും നമുക്ക് ആരാധിക്കാം. വിളിച്ചു എന്നെ വെളിച്ചമാക്കി, വിളിച്ചവനായി ശോഭിപ്പാൻ. ഒളി വിതറും നൽ തെളിവചനം എളിയവരെന്നും ഘോഷിക്കും. പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. 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 സ്വർഗത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു കടന്നു വരുന്നു. അവൻ സ്വർഗം വിട്ട് നമ്മുടെ ഇടയിലേക്ക് ഇതാ കടന്നു വരുന്നു. പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ച് പ്രാർത്ഥിക്കുക. ഓ ആത്മാവെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ 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 യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെക്കാം. എന്നെ സ്നേഹിക്കുന്ന, എന്നെ നന്നായി അറിയുന്ന എൻ്റെ ദൈവം, ആ ദൈവത്തോടല്ലാതെ ഞാൻ ആരോടാണ് പറയുക? നമ്മുടെ കണ്ണുനീരുകളും വേദനകളും, നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്രാർത്ഥനകളും എല്ലാം എൻ്റെ ഈശോയെ നിന്റെ കാൽപാദത്തിങ്കൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയാം. ഈ രാത്രിയിൽ നീ എന്നെ ഒന്ന് തൊടണമേ എന്ന് പറയാം. ഈ രാത്രിയിൽ നീ എന്നെ അനുഗ്രഹിക്കാതെ പോകരുതേ എന്ന് പറയാം. യേശുവേ എന്ന് നമുക്കുള്ളിൽ വിളിക്കാം. അന്ധകാരമൻ അന്തരംഗത്തെ, അന്ധകാരമൻ അന്തരംഗത്തെ ബന്ധനം ചെയ്തടിമയാക്കി. അന്ധകാരമൻ അന്തരംഗത്തെ ബന്ധനം ചെയ്തടിമയാക്കി. ബന്ധുരാഗനാം തൻ സ്വന്ത പുത്രനാ ബന്ധനങ്ങൾ അഴിച്ചുവല്ലോ. ബന്ധുരാഗനാം തൻ സ്വന്ത പുത്രനാ ബന്ധനങ്ങൾ അഴിച്ചുവല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശാന്തമായിരിക്കാം.